യുവാവ് ജീവനൊടുക്കിയതിൽ യുവതിക്കെതിരെ നടപടി വേണമെന്ന് ടി സിദ്ദിഖ് എം.എൽ.എ. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിൽ യുവാവ് ജീവനൊടുക്കിയതിൽ യുവതിക്കെതിരെ നടപടി വേണമെന്ന് ടി സിദ്ദിഖ് എം.എൽ.എ. ദീപകിൻ്റേത് ഭാവിയിൽ സോഷ്യൽ മീഡിയയിൽ വരേണ്ട, സമൂഹം കാണിക്കേണ്ട മര്യാദകൾക്കുള്ള രക്തസാക്ഷിത്വമാണെന്നും സിദ്ദിഖ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ദീപകിൻ്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷമായിരുന്നു സിദ്ദിഖിൻ്റെ പ്രതികരണം. ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയാണ് ഇല്ലാതായത്. ദീപകിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന കണ്ടിട്ട് സഹിക്കാനാകുന്നില്ലെന്നും ദീപകിന് നീതി ലഭിക്കണമെന്നും സിദ്ദിഖ് കുറിച്ചു. എത്ര നിസ്സാരമായാണ് ഒരു പാവം യുവാവിന്റെ ജീവൻ നഷ്ടമായത്. സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരാളുടെ ജീവിതം തകർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ആയുധം. ശരിതെറ്റുകൾ അറിയാതെ ലോകം ഒരാൾക്കെതിരെ തിരിയും. ചിലർക്ക് താങ്ങാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ദീപകിന് അതിന് കഴിഞ്ഞില്ല. ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട് അപമാനം താങ്ങാനാകാതെ ദീപക് ജീവനൊടുക്കിയപ്പോൾ സമൂഹം ചിലതൊക്കെ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാൻ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണം, സിദ്ദിഖ് കുറിച്ചു. ജീവിതത്തിന്റെ അവസാന കാലത്ത് താങ്ങാവേണ്ട മകൻ മുന്നിൽ അനക്കമില്ലാതെ കിടക്കുമ്പോൾ അവനൊപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ നിസ്സഹായമായ കരച്ചിൽ ഉള്ളുലയ്ക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. ആ സ്ത്രീക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണം. തെറ്റും ശരിയും, നീതിയും അനീതിയും തീരുമാനിക്കാൻ നിയമ സംവിധാനങ്ങളുണ്ട്. അവിടെ പോകുന്നതിന് പകരം സമൂഹത്തിന് വിട്ടുകൊടുക്കുന്നത് കാട്ടുനീതിയല്ലേ? വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നീതി വാങ്ങാൻ കഴിയുമോ? ദീപകിന് നീതി ലഭിക്കണം. അതേസമയം കോഴിക്കോട് ഗോവിന്ദപുരത്ത് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ കുടുംബം കമ്മീഷണർക്ക് പരാതി നൽകി. സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷണർ കുടുംബത്തിന് ഉറപ്പു നൽകി. കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും പരാതി കൈമാറുമെന്ന് ദീപകിന്റെ കുടുംബം പറഞ്ഞു. ദീപകിനെ യുവതി മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുകയായിരുന്നെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതേസമയം യുവതിക്കെതിരെ വൻതോതിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിനിടെ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടന DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ഇവർ പരാതി നൽകുമെന്നാണ് വിവരം.